നമ്മളുടെ തലം ഉയരുന്നതിനനുസരിച്ചിട്ടാണ് അവൻ ശ്രീവിദ്യയിലൊക്കെ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ക്രമസേവയിലൊക്കെ ക്രമദീക്ഷ സമ്പ്രദായമുണ്ട്. ഇപ്പോൾ മലബാർ ശാത്തൻ സമ്പ്രദായത്തിലുണ്ട്, ക്രമസമ്പ്രദായമുണ്ട്, കാളിക്കുണ്ട്, ക്രമകാളിയുണ്ട്. ലളിത ഇപ്പോൾ ശ്രീവിദ്യാ പാരമ്പര്യത്തിലും ഇതുപോലെ തന്നെ ബാലാദി ക്രമസേവയുണ്ട്, ക്രമമായിട്ടുള്ള ഉപദേശമുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഭാവി എന്തേ ചിന്തിക്കേണ്ട. സ്വാമി വിവേകാനന്ദൻ വെറും ബാലാമന്ത്രം ജപിച്ച മഹാനാണ്. മഹാഷോഡശി ദീക്ഷയുള്ള ആളാണ് പരമഹംസർ. പക്ഷേ വിവേകാനന്ദന് ബാലയെ ഉപദേശിച്ചുള്ളൂ. പക്ഷേ വിവേകാനന്ദൻ എവിടെ എത്തി? എങ്കയോ പോയിട്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഗുരു കൊടുത്തതാണ് പൂർണ്ണത എന്ന് കരുതണം. അടുത്ത പൂർണ്ണത ചിന്തിക്കല്ലേ. ഗുരു ഇപ്പം എന്ത് തന്നു? അത് പൂർണ്ണമാണ്. അത് കൃത്യമായി അതിലുപാസിക്കുക, ആ ദേവതയെ ഉപാസിക്കുക, പൂജിക്കുക. ഗുരു നിർദ്ദേശിച്ച പോലെ ഗുരു സ്വാധ്യായം ചെയ്യാൻ സ്വാധ്യായം ചെയ്യാം. അല്ലാണ്ട് പുസ്തകം വാങ്ങിയിട്ട് ഒന്നും ചെയ്യരുത്, യൂട്യൂബൊക്കെ ചെയ്യരുത്. ഇങ്ങനെ പോണ സമയത്ത് നമ്മൾ എത്തേണ്ടടുത്ത് എത്തിക്കോളും. സമ്പ്രദായത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട ആവശ്യമില്ല. അങ്ങനെ പോകുമ്പോൾ നമ്മളൊരു പക്വതയൊക്കെ എത്തുമ്പോൾ പിന്നെ എന്ത് ചെയ്യും, ചിലപ്പം നിങ്ങൾ ഈ 3 മണിക്ക് നീക്ക് എല്ലാവർക്കും വിളിച്ചോളൊന്നുമില്ല, പ്രായം പ്രശ്നമൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്താ വെച്ചാൽ ഗുരു ആണ് പറയേണ്ടത് ഇന്നത് ചെയ്യണം. 3 മണിക്ക് നീറ്റു എന്നുള്ളതുകൊണ്ടൊരു ഗുണമുണ്ടോ? വ്യക്തിപരമായിട്ടൊരു 3 മണിക്ക് നീറ്റുകൊണ്ട് വേറെ ഗുണമുണ്ടോ ഒക്കെ അവിടെ നിൽക്കട്ടെ. ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും. 3 മണിയുടെ ഒരു അനുഭവം എന്താ നേരത്തെ എന്നുള്ള അറിയണ്ടേ, അതുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഏത് മൂർത്തി പിന്നെ പറഞ്ഞാൽ ഇന്ന മൂർത്തി ഇന്നവർക്ക് പറ്റും അങ്ങനെ നമ്മൾ പറയാറില്ല. നമ്മളൊരു പേഴ്സണലായിട്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഏതെങ്കിലും മൂർത്തി ഭഗവാൻ ദേവതയെ തിരഞ്ഞെടുക്കുമ്പോൾ പ്രശ്നം വെച്ച് നോക്കേണ്ടതുണ്ടോ, വിചാരം ചെയ്യണം, ഉപാസന ഫലമൊക്കെ നോക്കണം. അപ്പം നമ്മൾ പറയും ഉപാസന കൊണ്ട് തലവര മാറും. അതുകൊണ്ട് തന്ത്രത്തിലും തന്നെ കോഷ്ടങ്ങൾ വെച്ച് കണ്ടെത്തണം. നമ്മളത് പറയാറ് അതൊന്നും ആവശ്യമില്ല. ദേവതയെ ഉപാസിക്കുമ്പോൾ ദേവത നിൻ്റെ തലവര മാറ്റും. പിന്നെ മാർക്കണ്ഡേയൻ്റെ കഥയാണ് ഉദാഹരണം പറഞ്ഞെടുക്കുക. അതുകൊണ്ട് പൂർണ്ണ വിശ്വാസം ബോധ്യം ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇതിൻ്റെയൊക്കെ ഫലവും കിട്ടും. നമുക്ക് വരാം. ഒരു ഇന്ന ദേവത ഇന്നൊരുക്കുന്നൊന്നുമില്ല, വാസന ഉണ്ടാവലാണ്. അതല്ലാണ്ട് ഇതിലൊന്നും പോയി പെടും ചെയ്യരുത്. എന്തായാലും പെട്ടെന്ന് മറ്റോ ചെയ്യേണ്ടത് എനിക്കാണ് ചെയ്ത് കളയാം. അങ്ങനെ ഏതെങ്കിലും ചെറിയൊരു ഉപാസന എന്തെങ്കിലും അതുണ്ടായിരിക്കും. എത്ര വലിയ ഉപാസന എടുത്താലും നമ്മൾ വേണം. മറ്റൊരു കാര്യമാണ് സ്വന്തം കുലദേവതയെ വിസ്മരിക്കരുത്. സ്വന്തം കുലദേവതയെ ഉപാസിക്കേണ്ട മറ്റെന്ത് സാധനമായിട്ടും കാര്യമില്ല. കുലദേവത മൂലാധാരസ്ഥിതമാണ്. അപ്പോൾ നേരെ വെച്ചാൽ മൂലാധാരത്തിൽ കടന്നു പോയിട്ട് നേരെ സ്വാധിഷ്ഠാനത്തേക്ക് എത്തും. അവിടെയാണ് ഇപ്പോൾ ബാലയായാലും നീലിയായാലും ഒക്കെ സാന്നിധ്യം വരുന്നത്. അപ്പോൾ ആ കുലദേവതയെ തൃപ്തി ഇല്ലെങ്കിൽ നമുക്ക് ഈ പറയപ്പെടുന്ന ഈ ജീവശക്തി, കുണ്ഡലിനി ശക്തി എന്നൊക്കെ പറയുന്ന എനർജി ഒരിക്കലും ഉയർന്നു പോകുന്നില്ല. അതുകൊണ്ട് കുലദേവതാ തൃപ്തിയോട് കൂടിയിട്ട് തന്നെ മറ്റുള്ളതൊക്കെ ചെയ്തു പോകും വേണം. ഏതും ചെയ്യാം, ആർക്കും ചെയ്യാം, ഭേദബുദ്ധിയില്ല. വളരെ സന്തോഷം ബാബാജി. അതായത് ഒരുപാട് പേര് ഉപാസന വേണം, ഉപാസന ചെയ്യുന്നു, അല്ലെ പ്രൗഢോടുകൂടി നിരന്തരം എനിക്ക് വരുന്ന കോൾസ് ഒത്തിരി കോളാണ്. പ്രദീപ് ജി ഞാൻ ശ്രീവിദ്യ ഉപാസിക്കുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര പ്രൗഡായി പറയുന്നത്, നമ്മൾ സന്തോഷം എന്ന് പറയും, പക്ഷേ കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ നമ്മൾ ആരുമല്ല. ശ്രീവിദ്യയിലൊരു പ്രശ്നമുണ്ട്. ശ്രീവിദ്യ എന്താ വെച്ചാൽ ശ്രീവിദ്യക്ക് ഒരു ഹയർ സ്റ്റഡിയാണ്. അപ്പോൾ എന്താ വെച്ചാൽ അത് കൃത്യമായിട്ട് നമ്മൾ പോയില്ലെങ്കിൽ ഒരു ശ്രീചക്രം വാങ്ങിയിട്ടൊരു പൂജിച്ചിട്ട് ഇപ്പോൾ നമ്മളും തന്നെ ഓൺലൈൻ ക്ലാസ് ശ്രീചക്രത്തിനെ പരിചയപ്പെടുത്താൻ വേണ്ടി ലളിതാ സഹസ്രനാമം പാരായണം ചെയ്ത് വരുന്ന എല്ലാവർക്കും പേരിനൊരു ശ്രീചക്രം പൂജിക്കാൻ വേണ്ടി ഒരു 1-2 മണിക്കൂറുള്ള ക്ലാസ്സുകൾ. അപ്പോൾ അവർക്ക് ആഭരണങ്ങളോട് കൂടിയിട്ട് തന്നെ പൂജിക്കാം. അപ്പോൾ എന്ന് വെച്ചാൽ അതെങ്ങനെ വെച്ചാൽ നമ്മളെല്ലാം സംക്ഷിപ്തമായിട്ട് എടുത്തിരിക്കുക, വലിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ലളിതാ സഹസ്രനാമം വായിച്ച് വരുന്നവർക്കൊരു ആഗ്രഹം ഉണ്ടായിരിക്കും ശ്രീചക്രം പൂജിക്കുക, അങ്ങനെയാവാം. അതിൻ്റെ അപ്പുറം കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊന്നും ആദ്യകാലത്തില്ല, എല്ലാവർക്കും ഉള്ളതൊന്നുമല്ല. എന്നപ്പോൾ വെച്ചാൽ ഈ ആളുകളുടെ ഇത് കൂടുമ്പോൾ വെച്ചാൽ എന്തെങ്കിലും അതാണ് ആചാര്യന്മാരെങ്ങനെ വെച്ചാൽ ആചാര്യന്മാർ സ്ഥാപിക്കണം കാലത്തിനനുസരിച്ചിട്ട്. അതിങ്ങനെ ശാസ്ത്രാർത്ഥം ഗ്രഹിച്ചിട്ട് വേണം. അപ്പോൾ സ്വാഭാവികമായിട്ട് വെച്ചാൽ ഇന്ന് കാണുന്ന ശ്രീചക്രം പൂജ എന്ന് പറഞ്ഞാൽ 4 മണിക്കൂറിലൊക്കെ ഒതുങ്ങും. പണ്ടായാലും ഒരു ദിവസം വേണം. അപ്പോൾ അത് ഇപ്പോൾ എന്താ പറയുക, നമ്മൾ സ്വാഭാവികമായിട്ടും ഭാസ്കരായരൊക്കെ കൂടിയിട്ട് അങ്ങനെ ചെയ്ത് വന്ന് ഗുരുക്കന്മാരിലൂടെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. മത്സ്യേന്ദ്രനാഥ് പറഞ്ഞ വെച്ച പരമ്പരയിലുള്ള അതേ പൂജ എന്നല്ല ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഒരു കാര്യങ്ങളും അങ്ങനെയൊന്നുമല്ല. അപ്പോൾ അങ്ങനെ മാറി വരുമ്പോൾ ആ അടിസ്ഥാനപരമായ കാര്യം മാറരുത്. പിന്നെ സാധാരണക്കാർക്ക് ഒരു വിധാനം വേറെയുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ശ്രീചക്രം പേരിനെ പൂജിക്കാനാണെങ്കിൽ ആഗ്രഹമാണെങ്കിൽ ഇത്രയൊക്കെ മതി. അപ്പുറത്തേക്ക് കടന്നാൽ കൃത്യമായിട്ട് ഇത് ഭയപ്പെടുത്തല്ല. നമ്മളെപ്പോഴും പറയാം സാധനയിൽ ഭയം വേണ്ടെന്ന്. പക്ഷെ ഭയം അറിഞ്ഞ് നമ്മൾ സാവധാനം നല്ല പ്രത്യേകിച്ച് ശ്രീവിദ്യയിൽ പോകുന്ന സമയത്ത് ഗുരുവിന് പരമ്പര ഉണ്ടായിരിക്കണം. ശരി. ഇപ്പം പലപ്പോഴും ഞാൻ തന്നെ ഈ പലപ്പോഴും എന്താ വെച്ചാൽ ഈ യൂട്യൂബിലും അതുപോലത്തെ ഇത്തരം മേഖലയിൽ ഞാൻ ശ്രീചക്രം ഈ പറഞ്ഞ ലളിതാസമയ ക്ലാസ് എടുക്കുന്ന ദേവി മഹാത്മ്യം ചെയ്യുന്ന ആളുകളെ ചില ആൾക്കാരെ പരിചയപ്പെട്ടു. വിഷമായത് എന്താ വെച്ചാൽ പരമ്പരയില്ല. ഇവർ ശ്രീചക്രത്തെക്കുറിച്ചും ലളിതാ പരമേശ്വരിച്ച് വാദവരാ. അപ്പോൾ ഇതെന്താ കഴിച്ചാൽ ബുക്സ് ഇങ്ങോട്ട് റെഫർ ചെയ്യും. പിന്നെ എന്താ വെച്ചാൽ ഈ ഇന്നിപ്പോൾ ഇൻ്റർനെറ്റിൽ എന്തടിച്ചു കൊടുത്താലും ഈ സാധനം AI പോലൊക്കെ ഉണ്ടാവുകൊണ്ട് മുന്നിലേക്ക് വരും. ഇതിങ്ങോട്ട് പഠിച്ചിട്ട് ഇതിങ്ങോട്ട് ഛർദ്ദിക്കുകയാണ്. അപ്പോൾ നമുക്ക് വിഷമമായി. കാരണം ശ്രീവിദ്യ ഇപ്പോൾ ലളിത സഹസ്രനാമമാവട്ടെ, ശ്രീവിദ്യ സംബന്ധിച്ച് എന്തുമാവട്ടെ, പൂജയാവട്ടെ, ഇത് കേൾക്കാനോ അല്ലെങ്കിൽ ഉപദേശമാണോ പോകുമ്പോൾ ആദ്യം ചോദിക്കേണ്ടത് ഗുരു പരമ്പരയാണ്. ഗുരു പരമ്പര ഇല്ലെങ്കിൽ അവധൂതനെന്ന് ദീക്ഷ കിട്ടിയാലും
സംഭവം കൗളം അവധൂത എന്ന് കൊണ്ട് കാര്യമില്ല, പരമ്പരയുണ്ട്. അപ്പം അല്ലാണ്ട് വ്യക്തത എന്തിനാണ് ഇതിങ്ങനെ പറയുന്നത് വെച്ചാൽ പറയാം. ശ്രീചക്രപൂജ ചെയ്യണമെങ്കിൽ, ശ്രീചക്രപൂജയിൽ ആഭരണ പൂജ ചെയ്യണമെങ്കിൽ അവിടെ തിഥികളെ പൂജിച്ച് കഴിഞ്ഞാൽ, നിത്യകളെ എന്ന് പറയും, 16 നിത്യകളെ പൂജിച്ച് കഴിഞ്ഞാൽ പിന്നീട് ഗുരുമണ്ഡലത്തിൽ പൂജയുണ്ട്. അവിടെ എന്താ വെച്ചാൽ മാനവകം, സിദ്ധൗകം, ദിവ്യൗകം എന്നുണ്ട് 3 ഔഘങ്ങളുണ്ട്. ഈ ഔഘങ്ങളിൽ എന്ന് വെച്ചാൽ വ്യത്യസ്ത ഗുരുക്കന്മാരുണ്ട്. അപ്പം നമ്മുടെ ഗുരുവിൻ്റെ പേര് കിട്ടിയാൽ ബാക്കിയുള്ള ഗുരുക്കന്മാരെ പേരിട്ടുള്ളൂ. അപ്പം എൻ്റെ അച്ഛൻ്റെ പേര് കിട്ടിയാൽ അച്ഛൻ്റെ പേരിട്ട് പറഞ്ഞ പോലെ അച്ഛൻ തന്നെയാണ് പിതാത്വ ആചാര്യശ്വരൻ. ഈ ഗുരുവിൻ്റെ ഗുരു, ആ ഗുരു അങ്ങനെ ആദിനാഥൻ. ഇപ്പോൾ നമ്മളൊക്കെ തന്നെ നമുക്ക് കൃത്യമായിട്ട് 240 സംഖ്യ കടന്നു വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താ വെച്ചാൽ ഈ നമ്പറിൽ വരണം. അപ്പം അങ്ങനെ വന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ പൂജയും കൃത്യമായിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇയാൾ ഗസ് ചെയ്തിട്ടോ പുസ്തകം നോക്കിയിട്ടോ കണ്ടിട്ടോ ചെയ്യണതാണ്. അപ്പോൾ അതുകൊണ്ട് ശ്രീവിദ്യയിലേക്ക് കടക്കുമ്പോൾ നമുക്ക് റിക്വസ്റ്റാണ് ഇതുമായി ബന്ധപ്പെട്ട ആളുടെ, നിങ്ങളുടെ ഗുരുവിന് പരമ്പരയുണ്ടെന്ന് ബോധ്യപ്പെടണം. സമ്പ്രദായം 4 ചോദ്യങ്ങളുണ്ട്. ഏതാണ് സമ്പ്രദായം, മാർഗം, ഗുരു പരമ്പര, ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കണം. എന്നിട്ടതുണ്ടെങ്കിൽ മാത്രം തല വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ തെറ്റായ രീതി, ശ്രീചക്രവും പൂജയൊക്കെ ഉണ്ടാവും. തെറ്റായ ഇപ്പോൾ കാണിപ്പോൾ ഈ ഒരു പഞ്ചാംഗ പുസ്തകശാല പോലും ശ്രീചക്രത്തിൻ്റെ പൂജ ഇറക്കുന്നുണ്ട്. പക്ഷെ വിധാനത്തിലുള്ള പൂജ എല്ലാവർക്കും തന്നെ അറിയാതെ, അത് യഥാർത്ഥ വിധാനമല്ല. ശങ്കരപരമ്പരയുടെ പൂജ പോലും അങ്ങനെയല്ല, അവരുടെ പൂജയും വേറെ വിധാനത്തിലാണ്. അപ്പോൾ വെച്ചാൽ യഥാർത്ഥ വിധാനത്തിൽ ചെയ്തു പോകണം. അല്ലെങ്കിൽ ഉദ്ദേശിച്ച ഫലമല്ല ഉണ്ടാവുക. കാരണം വേറൊന്നുമല്ല, ഇപ്പം നിങ്ങൾ ഇപ്പോൾ ദൈവം കോപിക്കുന്നത് വിട്ടിട്ട് പ്രകൃതിയോട് നോക്കിയാലും പ്രകൃതി വിരുദ്ധമായി പ്രവർത്തിച്ചാൽ പ്രകൃതി റിയാക്ട് ചെയ്യും. ഇതിൻ്റെ സാധനയിലും സന്തോഷം. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ ഉപാസന ചെയ്യാൻ ഭാഗ്യം ഉണ്ടാകട്ടെ. അതിലും അപ്പുറം ഈ പറയുന്ന പരമ്പരകൾ അറിഞ്ഞ്, പരമ്പരകൾ ചോദിച്ച് മനസ്സിലാക്കി ചെയ്യാൻ കഴിയട്ടെ. എത്രയോ പേര് ശ്രീവിദ്യാബാല എന്നൊക്കെ പറയുന്ന സമയത്ത് പലരും പല ആവശ്യങ്ങളായിട്ട് ബെഡ് റിഡനായിട്ട് കിടക്കുന്ന പല ആൾക്കാർ വരെയുണ്ട്. അതായത് ഇത്രയും ഉപാസന ഉള്ളവർ പോലും. അപ്പോൾ അത് തന്നെ മനസ്സിലാക്കാൻ പരമ്പര ഇല്ലാതെ പല രീതിയിലും ഇതിൽ ഒരു കാര്യം കൂടി ഞങ്ങളുടെ ഇടയ്ക്കേറെ തോന്നണ്ട. ചില ആളുടെ ഗുരു ആരോ ചോദിച്ചാൽ പറയും രമേശേട്ടൻ, രാജേട്ടൻ. അപ്പം അതൊക്കെ അത് അദ്ദേഹത്തിൻ്റെ പേരെ ശ്രീവിദ്യയിൽ ഒരിക്കലും മറ്റേ പേര് പാടുന്നില്ല. എന്നാൽ പോലും ദീക്ഷാനാമം, കാരണം ഇവർക്ക് ഉപദേശം ഭാര്യയും പഞ്ചദേശം കിട്ടിയിട്ടുണ്ടാവും. എന്നാൽ പോലും ഗുരുപാതക ജപിക്കുന്നുണ്ടോ? ഗുരുപാതക അതെന്താ സാധനം? അല്ല നിങ്ങൾ ശിരസിൽ കൈയൊക്കെ വെച്ചിട്ട് മുദ്ര, സംഘടന മുദ്രയൊക്കെ വെച്ചിട്ടുണ്ട്. പറയും അവിടെ എന്താ വെച്ചാൽ ഈ ശ്രീഗുരു ശ്രീപാദുകാം പൂജയാമി, ശ്രീഗുരു ശ്രീപാദുകാം പൂജയാമി എന്ന് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ചതുഷ്ടയങ്ങൾ വെച്ചിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ഗുരുവിൻ്റെ ദീക്ഷാനാമം പോലും അറിയുണ്ടാവില്ല. ഒരു വ്യക്തിനെ എനിക്ക് ഒരു ശാന്തിക്കാരൻ ഒരു വട്ടം കണ്ടാൽ പറയാം, വർഷങ്ങൾ പിന്നിട്ടിട്ട് ഇയാൾ പിന്നീടാണ് ഗുരുവിന് ദീക്ഷയില്ല, നാമമില്ല, ഒന്നുമില്ല, ഭാഗവതം വായിക്കുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് കൂടിയാണ്, ഗുരുവിൻ്റെ ദീക്ഷാനാമം ഗുരു ഒന്നും അറിഞ്ഞിരിക്കുന്നത് തെറ്റൊന്നുമില്ല. കാരണം അത് പറഞ്ഞത് തെറ്റൊന്നും. ശരി. വളരെ സന്തോഷം. അതായത് ആ ആത്മാവിന് അത്രയും നിയോഗമുള്ളൂ. അതായത് നല്ല ഗുരുവിൻ്റെ അടുത്തേക്ക് എത്താൻ സമയമായിട്ടില്ല. സമയമാകുമ്പം അതായത് സമയം. ഇനി നമുക്കിതിലേക്ക് വരാം ബാബാജി. അതുപോലെ നമ്മുടെ സഹസ്രാരത്തിലാണല്ലോ 1000 ഇതിലുള്ള വെള്ളത്താമരയിൽ മഹാദേവൻ ഇരിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എനർജി കൺസീവ് ചെയ്യുന്നതും യൂണിവേഴ്സുമായി കണക്റ്റായിട്ട് നിൽക്കുന്ന പല പല വിശദീകരണങ്ങൾ നമുക്ക് എനർജിയെ കറക്റ്റ് അറിയാൻ പറ്റുന്നത്. ഇപ്പോൾ താങ്കൾ നല്ലൊരു ഉപാസകനാണ്. പല പൂജകളും പല കാര്യങ്ങളും ചെയ്യുന്ന സമയത്താണെങ്കിലും നമുക്ക് എനർജിയെ കൃത്യമായി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഓംകാരമില്ലാതെ ഇപ്പം നമുക്ക് ദശനാഥങ്ങൾ ഉൾപ്പെടെ ആൾക്കാർ കേൾക്കുന്നത്, ചെറിയ ഉപാസന ചെയ്യുമ്പോഴും ചെറിയ രീതിയിലുള്ള പൂജാതി കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും ചെറിയ ജപം ചെയ്യുന്നവർക്ക് പോലും പല പല ദശനാഥങ്ങൾ കേൾക്കുന്ന പറഞ്ഞ ആൾക്കാർ വിളിക്കാറുണ്ട്. ഇപ്പോൾ ശിവോഹം പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാട് പേര് ഡമരുവിൻ്റെ സൗണ്ട്, അല്ലെങ്കിൽ കടലിരമ്പുന്നത്, ചീവിട്, ഇങ്ങനെ പലതും പറഞ്ഞ് വിളിക്കാറുണ്ട്. അപ്പോൾ ഈ ക്രിയായോഗ ചെയ്യുന്നവർക്ക് 10 നാദങ്ങൾ കേട്ട് കഴിഞ്ഞാൽ മാത്രമാണ് ഗുരു നീ ആപ്റ്റാണ് എന്ന് പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ ഓംകാരമില്ലാതെ ഇപ്പോൾ ഇവിടെ നമ ജീവായ എന്ന് കൊടുക്കുമ്പോൾ എന്താണ് ഒന്ന് പറഞ്ഞു തരാമോ? തീർച്ചയായിട്ടും. അതിൽ ഓംകാരം ഉണ്ട്. ഓക്കെ. അതിൽ നമ്മൾ ഓം നമ ആ ഓ ഒന്ന് എടുത്ത് വേണമെന്നാണ്. കാരണം ഓംകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകാരോകാരം അകാരങ്ങളുടെ മേളം. അതെ. അപ്പം നമ്മൾ എത്ര ചിന്തിച്ചിട്ടും ഓം എന്ന് പറയുമ്പോൾ അതിൽ ആ കാണുന്നില്ല. അത് നമ്മുടെ കുറവായിരിക്കാം. ആ കാണില്ല. ഓം എന്ന് പറഞ്ഞാൽ ആ ഇല്ല. അപ്പോൾ ഓം എന്ന് വരണം. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പൂജാമുറിയിൽ നമ്മളുമായി ബന്ധിച്ച ഉപാസനയിൽ നമുക്ക് ഈ ഒരു വിഷമം, ഇത് എവിടെയാണ്, ഇതെന്താ എപ്പോഴാണ് നമുക്ക് പരാശക്തി നമ്മളോട് പറഞ്ഞതാണ് ഓം എന്ന് പറഞ്ഞാൽ മതി. എന്തായാലും ആദ്യ സമ്പ്രദായങ്ങളെക്കുറിച്ചല്ലേ പറഞ്ഞേ, അവർക്കതുമായി ബന്ധപ്പെട്ടൊരു അടയാളം കാണിക്കും. അത് ഇന്ന പോലെയാണെന്നുണ്ട് എന്നെ കാണിച്ചു. അതാണ് അതിലൊരു ആയും ഊയും ഉമ്മൊക്കെ വരുന്ന പോലെ ഒരു സംഭവം. അപ്പം എന്തായാലും ഓം നമ ജീവായ, ശിവായ എന്നാണ് സാധാരണ പറയാറ്. നമ്മൾ ജീവായ പറയാൻ കാരണം ശിവം എന്ന് പറഞ്ഞാൽ മംഗളം എന്ന
അർത്ഥമേ ഉള്ളൂ. ഇപ്പോൾ തന്നെ നമ്മൾ ഏതൊരു ഇൻ്റർവ്യൂവിൽ ശിവലിംഗം എന്ന് പറഞ്ഞാൽ പുരുഷലിംഗമാണെന്ന് പറഞ്ഞപ്പോൾ ആളുകൾ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാണ്ടായിരുന്നു. ലിംഗം എന്ന് പറഞ്ഞാൽ അടയാളം തന്നെയാണ്. പക്ഷെ ഇതിൻ്റെ വിഷയം എന്താ വെച്ചാൽ ശിവലിംഗം എന്ന് പറഞ്ഞാൽ ശിവൻ്റെ അടയാളം, അത് പുരുഷലിംഗത്തിൻ്റെ സ്വരൂപം വെച്ച് ശിവത്വം പുരുഷത്വമാണെന്ന് കാണിക്കാൻ പ്രകൃതി പുരുഷ ഭാവമായിട്ടാണ് പുരുഷലിംഗ അടയാളം വെച്ചത്. എനിക്ക് വേറെ കേവല അടയാളം വെച്ചാൽ മതി, അല്ലാതെ അരൂപമാണ്. അരൂപത്തിന് ഇങ്ങനെ വെക്കണമെന്നൊന്നുമില്ല. പിന്നെ കൂടാതെ ശിവപുരാണത്തിലും തന്നെ കൃത്യമായിട്ട് ലിംഗങ്ങളെക്കുറിച്ച് പറയുന്ന സമയത്ത് ഭഗവാന്റെ ലിംഗം തന്നെ ആരാധിക്കപ്പെടുന്ന കഥകളും ഇതിലുണ്ട്. നമ്മളതിന് സത്യം പറഞ്ഞാൽ കൊടുങ്ങല്ലൂർ ശൈലിയിൽ ഒരു പാട്ടന്നെ എഴുതിയിട്ടുണ്ട്. കാരണം ഏതൊരു ക്ഷേത്രത്തിൽ കാത്തേയനി ക്ഷേത്രത്തിൽ ഭരണിപ്പാട്ട് നിർത്തി എന്ന് പറഞ്ഞപ്പോൾ അതിന് പ്രതിഷേധാത്മകമായിട്ട് നമ്മൾ ഈ കോടിലിംഗേശ്വരനെ കുറിച്ചിട്ടുള്ള ഈ ഒരു ഇത് നിങ്ങൾ വേണം നാടൻ ഭാഷ തെറിയിൽ തന്നെയാണ് നമ്മളതിനെ വർണ്ണിച്ചിരിക്കുന്നത് ഭഗവാൻ. അപ്പം അതുകൊണ്ട് അപ്പോൾ ഇവിടെ ജീവായ എന്ന് പറയാൻ കാരണം ശിവൻ എന്ന പദം ഇന്ന് എങ്ങനെയാ വെച്ചാൽ ഒരു മതത്തിൻ്റെ ദൈവത്തിൻ്റെ പേരായിട്ടാണ് കണ്ടുവരുന്നത് ആൾക്കാർ ചിന്തിക്കുന്നത്. ജീവൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. മുസ്ലിം ആയാലും ജീവനാ പറയണത്, ക്രൈസ്തവനും ജീവനാ പറയണത്. അവിടെ ഇപ്പം നമ്മളെ സംബന്ധിച്ച് ജീവശിവ എന്നൊരു പ്രമാണമുണ്ട്, ജീവശിവ. അപ്പം പിന്നെ എന്തായാലും ശരി, എല്ലാവരും ശിവനെ വിളിക്കാൻ എല്ലാവർക്കും സ്വീകാര്യ ഒരു വാക്ക് മതിയല്ലോ. അപ്പോൾ സഡും നമജീവായ, ഈ ജീവൻ പ്രപഞ്ചത്തിന് ആധാരമായി വർത്തിക്കുന്ന പ്രപഞ്ച സത്യം ജീവനാണ്. നമ്മളെയൊക്കെ ചലിപ്പിക്കുന്ന മുസ്ലിംസ് റൂഹ് ഉദിക്കേറ്റി എന്നൊക്കെ പറയുന്നതൊക്കെ ആ ജീവൻ തന്നെ. അങ്ങനെ ശിവനാമം ഇല്ലെങ്കിൽ പോലും എനിക്കറിയാം എന്താ ശിവൻ തന്നെയാണെന്നുള്ള. പക്ഷേ ഓം നമ ജീവായ, ഓംകാരമില്ലെങ്കിൽ സൃഷ്ടി സംഹാരമായിരിക്കുന്ന പ്രണവമില്ലെങ്കിൽ മന്ത്രത്തിന് ജീവനില്ല എന്നാ പറയുക. അപ്പോൾ ഓം മാത്രമാണോ ബാബാജി പ്രണവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ശക്തേന ഹ്രീങ്കാരമാണ്, പിന്നെ ക്രീങ്കാരമുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും അങ്ങനെ വ്യത്യാസമുണ്ട്. അപ്പോൾ എല്ലായിടത്തും ഓംകാരം വേണമെന്നില്ല. ഐം ക്രീം ഷീം ത്രിപുടി, ശ്രീവിദ്യക്കാരൊക്കെ ഐം ക്രീം ഷീം എന്ന് പറയും. ത്രിപുടി അതും എന്താ വെച്ചാൽ പ്രണവം തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഓമൊന്നുമല്ല. വേദത്തിൻ്റെ ആരംഭത്തിൽ ഓം കാണാനും പറ്റില്ല ചതുർവേദങ്ങളിൽ. എന്തായാലും വളരെ സന്തോഷം ബാബാജി, കാണാൻ പറ്റിയതിലും സംസാരിക്കാൻ പറ്റിയതിലും. അതിലുപരി ഈ മാതൃകുല ധർമ്മ രക്ഷാശ്രമത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി പോകാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. സന്തോഷം. ഈ 41ാം ആഘോഷദിന വേളയിൽ എത്താനുള്ള ഭാഗ്യമുണ്ടാവട്ടെ. തീർച്ചയായിട്ടും പ്രേക്ഷകർ എല്ലാവരും മഹാചണ്ഡാള ജയന്തി ഡിസംബർ 4-നാണ്. ബാക്കി വിശദാംശങ്ങളൊക്കെ ഇവിടെ ചോദിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. എല്ലാവരും ക്ഷണിക്കണം. എല്ലാവരും നമസ്തേ. നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതു തരം ജ്യോതിഷപരമായ, പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടന്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതിലുപരി ജ്യോതിഷപരമായ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു.